ഹായ് അസ്സലാമലൈക്കും. എന്തൊക്കെ മക്കളെ വിശേഷം? സുഖമല്ല? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പം ഞാൻ ഒരു ചെറിയൊരു ഭൂരിക്കഥോട്ടാട്ടോ വന്നിക്കണത്. അത് എന്തായിരുന്നോ, ഞാൻ രാവിലെ ചായക്ക് ഭൂരി ആട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഭൂരിക്ക് മാവ് കുഴക്കണ സമയത്ത് എന്താട്ടി, ഞാൻ നാട്ടിൽ പോയി വന്നിട്ടോ. അതിനാലഞ്ച് മക്കളെ ഒന്നും പറയണ്ട, കേൾക്കണം നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ള കഥ. പിന്നെ എല്ലാവരും ചായ കുടിച്ച് പോയി, ആണുങ്ങളൊക്കെ ജോലിക്ക് പോയിട്ട് ചായ കുടിച്ച് പോയി. ഞാനും മാമി ഒരുമിച്ചാണ് ചായ കുടിക്കാറ്. അപ്പം ഞാൻ ഈ പൂരി ചപ്പ അങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല. ഞാൻ വല്ല പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ മാമാക്ക് ഞാൻ എടുത്തു കൊടുത്തു. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു പാത്രത്തിൽ അങ്ങനെ കഴിക്കൊന്നുമില്ല. ഒരെണ്ണം കയ്യിലെടുത്ത് ചായക്ക് അങ്ങനെ കഴിക്കും. കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അവരങ്ങനെ കറിയൊന്നും കഴിക്കൂല. അപ്പോൾ എന്താട്ടി, ഞാനൊരു പൂരി അതിൻ്റെ കയ്യൊക്കെ എടുത്തെടുത്ത് ചായ എടുത്തെടുത്തു. അതിൽ പൂരി അത് ഫസ്റ്റാണ് കടിച്ചിട്ട് അങ്ങോട്ട് കിട്ടണ്ടേ. അത് കുറേ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ നോക്കൂ, ജിജു പൂരി കടിച്ചു ജിജു. ഞാൻ അങ്ങനെ തല താത്തിയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു, പക്ഷെ ഞാൻ അത്രക്ക് ഇതായത് ഞാനും അറിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഉണ്ടാക്കിയേക്കിന് ഫ്രഷാണ് കൊണ്ടുവന്ന് വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് എൻ്റെ കുഴയിലെന്തോന്ന് സംഭവിച്ചാണ് സംഭവം. പൂരി നല്ല സോഫ്റ്റ്, നല്ല അടിപൊളിയാണവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആകെ ഉണ്ടാക്കണ പൂരി ചപ്പാത്തി 2 കടി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഉണ്ടാക്കി, മാമ ഇങ്ങനെ കടിച്ചതുകൊണ്ട് നോക്കണുണ്ട്. അതിന് കഴിയുമ്പോൾ ഒരു കഷ്ണം കിട്ടാൻ കുറച്ചൊന്ന് മെനക്കെട്ടിക്കണം കേട്ടോ. ഒരു പൊട്ടയിൽ വന്ന് കടിച്ചെടുക്കാൻ. എന്തായാലും കുറേ പരിശ്രമിച്ചിട്ട് ഓരോ കഷ്ണം എന്തായാലും എടുത്തിങ്ങനെ ഞാനിങ്ങനെ വിചാരിച്ചു, അന്നേരത്ത് വല്ല ആക്ഷൻ ബ്ലേഡും കൊടുത്തിട്ടൊന്ന് അരിഞ്ഞു കൊടുത്താലും ഒന്ന് അക്കോലം കടിച്ചിട്ടും പോരണ്ട വലിച്ചിട്ട് അതിന് പാവം തോന്നിയിട്ടോ. എന്തായാലും അതൊന്ന് എങ്ങനെയൊക്കെ തിന്നു. ഇനി വേണോ മാമ, ഇനി വേണോ ചോദിച്ചു. മാഫി റൈഹാന മാഫി പറഞ്ഞു. അപ്പം ആ പറച്ചിലെന്നെ വെച്ച് മനസ്സിലായി ഇത് നല്ല സംഭവമായിട്ട് തന്നെയാണെന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് എന്തോന്ന് മിസ്റ്റേക്ക് പറ്റി. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ അടുത്തൊന്നും തെറ്റാണ്, പക്ഷെ ഞാനത് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കെന്തോ ഒരു ആലോചന വേറൊന്നല്ല. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ നാട്ടിലേക്കും എൻ്റെ കുട്ടികളുടെ അടുത്തേക്കും ഒരു പോക്കാണ് പോയി. പക്ഷെ പിന്നെ ഞാൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവിടെ വന്ന മിസ്റ്റേക്കാണ് കേട്ടോ. എന്തായാലും പാവം രണ്ടാമത്തെ ഇനി വേണ്ട. ഒരു ലാസ്റ്റിൽ ലോറൊക്കെ ആയപ്പോൾ എന്നോട് റൈഹാന ബക്കറിന്ന് ആടുകളുണ്ട് ഇവർക്ക്, ആട് ഫാമുണ്ട്. അപ്പോൾ അതിലേക്ക് കൊണ്ടുപോകപ്പെടുന്നു ബാക്കി ഫുഡൊക്കെ കേട്ടോ. അല്ലെങ്കിൽ ഇവർ വൈകുന്നേരം വരെ ഇവിടുത്തെ ഒരാളുണ്ട്, അത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയാൽ ഇങ്ങോട്ട് രാത്രി ഓവനിൽ ചൂടാക്കി കഴിക്കാറ്. അതങ്ങനെ രാത്രി ചോറൊന്നുമില്ല. അപ്പോൾ അടുത്ത കാറുണ്ട്. ഇന്നലത്തെ എന്തായാലും ആദ്യമേ മാമ പറഞ്ഞു, ലോഹറ് ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു റൈഹാന ബക്കറിക്ക് അതിന് കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് സമാധാനം. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ പൂരി എത്രത്തോളം നന്നായി ഇന്നത്തേന്ന്. അങ്ങനെയൊക്കെ ഒരു കഥ ഉണ്ടായി ഇവിടെ. എന്നിട്ട് അത് ലോറൊക്കെ ആകുമ്പോൾ പൈസ ഇട്ടാൽ തോന്നുന്നുണ്ട് പഴവും എന്തൊക്കെ എടുത്ത് തിന്നണമുണ്ട്. അല്ലെങ്കിൽ അത് ഒരു 10:30 11 മണി 11 ആവില്ല, ഒരു 10:30 ഒക്കെ ആകുമ്പോൾ ചായ കുടിച്ച പിന്നെ ഉച്ചക്കുള്ള ഫുഡല്ലേ കഴിക്കുള്ളൂ. അപ്പം ലോറ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പഴമൊക്കെ ഇങ്ങനെ എടുത്ത് തിന്നണം. അപ്പോൾ എനിക്കൊരു ഭാവം തോന്നി. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി മക്കളെ എന്നിവിടെ. എനിക്കാണെങ്കിൽ ചിരിയും വരുന്നുണ്ട്, വിഷമവും വരുന്നുണ്ട്, എന്തൊക്കെയാണെന്നറിയില്ല. നമ്മൾ കാരണം അതിന് ഫുഡ് കഴിക്കാൻ പറ്റാതെയായി. അത് കാട്ടിക്കൂട്ടാനായിട്ട് ചെറിയും വരുന്നു. ഞാൻ തല താത്തിരുന്ന് ചെറിച്ചണുണ്ട്, നോക്കണമുണ്ട്. എന്നാലും അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇവിടുത്തെ പിന്നെ ഞാൻ 2-3 ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട്, പക്ഷേ ഇപ്പോൾ എന്താണെന്നോ, ഇവിടെ ഒരുപാട് നേരം പുറത്തു കൂടിയില്ല കറക്കാണ്. ഇങ്ങനെ ഒരു അസറായാണ് പോയാൽ ചിലപ്പോൾ വരൽ കുറേ വൈകിട്ട്, അപ്പോൾ പിന്നെ ടൈം കിട്ടില്ല. പിന്നെ അസറ് വരാൻ നമുക്ക് പറഞ്ഞാൽ രാവിലെ പണികളതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുമ്പത്തിന് പിന്നെ ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് സമയം പോവുകയാണ്. സമയമില്ല. നാട്ടിലൊക്കെ നേരം വെളുത്ത് വൈകുന്നേരം കിട്ടാനുള്ളൊരു പാഠം എന്താ വെച്ചിട്ടാ.
അപ്പോൾ അസറൊക്കെ ആയൊന്ന് ഇങ്ങനെ പുറത്ത് കൂടി ഇറങ്ങി ഓരോ ഫാമിലി കൂടി അവിടെ കൂടി പിടിക്കോ കൂടിയൊക്കെ ഒന്ന് ഇങ്ങനെ പോയി തിരിച്ച് മഗ്‌രിബൊക്കെ കഴിയും വരാൻ. പിന്നെ അങ്ങനെ ഒരു സമയം കിട്ടലില്ല. പിന്നെ വന്നാൽ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ ഉണ്ടാവും. അപ്പം പിന്നെ അയിമക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ ബൈ.